ഇവിടെയുള്ള പൊതുപ്രവർത്തകനായിട്ട് റഷീദ് ഇപ്പോൾ എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ പ്രവർത്തനം? തുടക്കത്തിൽ 5 മണിക്കാണിത്, 5 കൃത്യം പറഞ്ഞാൽ 5:05 ഞാൻ അവിടെ തൊട്ട് മുമ്പ് പ്രസംഗിക്കായിരുന്നു, ആ സമയം അത്ര ഓർമ്മിച്ചത്. 5:05 ഈ ഫാൻസി കടയിൽ നിന്ന് കത്താൻ തുടങ്ങിയാണ്. ഇപ്പം സമയം നോക്കുക, ഇപ്പം 7 മണിയായി. നിന്ന് കത്താണ് തളിപ്പറമ്പ് നഗരം. നമ്മൾ ഇപ്പോഴും ഇതിന്റെ നിസ്സഹായരായി. ഞങ്ങൾ തുടക്കത്തിൽ പറയുന്നു, ഇതിന്റെ പുറകു വശത്തേക്ക് പള്ളിയോട് ചേർന്നുള്ള ബിൽഡിംഗ് നിങ്ങൾ കാണാം, അവിടെ കത്തുന്ന തീ നിങ്ങൾ വേണമെങ്കിൽ വിഷ്വലിൽ നോക്കിക്കോ. ഈ തീ അണക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇപ്പം നിലവിൽ 7 യൂണിറ്റാണ് ഈ 2 മണിക്കൂർ കൊണ്ട് ഇവിടെ വന്നത്. ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞു ഇത് അപകടാവസ്ഥയാണ്. കാരണം തളിപ്പറമ്പ് മാർക്കറ്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ കച്ചവട സ്ഥാപനങ്ങളുള്ള ഈ ഭാഗത്ത് ഈ സമയത്തും. വിജീഷ് അദ്ദേഹത്തോട് സംസാരിക്കും. മറ്റൊരാൾ കൂടി ചേരുന്നുണ്ട്, ശ്രീ കരീമാണ്. കരീം, താങ്കളുടെ കട ഈ കോംപ്ലക്സിന് അടുത്താണെന്ന് മനസ്സിലാക്കുന്നു. അങ്ങോട്ട് തീ പടർന്നിട്ടില്ലല്ലോ. ഇതെപ്പോഴായിരുന്നു സംഭവം? എങ്ങനെയാണ് ഇത്രയധികം പടർന്നത്? ഇവിടെ ഇപ്പോഴും അപകടനില തരണം ചെയ്തിട്ടില്ല. പിന്നെ അവിടെ ഷൂ മാർക്കറ്റിനാണ് ആദ്യം തീ പിടിച്ചത്. അത് മേലെ പടർന്ന് ഷാലിമാറിലെത്തി. മേലെ ഷാലിമാറാണ്. ഷാലിമാറിൽ ഏകദേശം കത്തി കഴിഞ്ഞിട്ടുണ്ടോ മിക്കവാറും? ഷാലിമാർ എന്ന് പറഞ്ഞാൽ തുണിക്കടയാണോ? അല്ല, എല്ലാം കൂടിയുള്ളതാണ്. ജനറൽ ആയിട്ട് പ്ലാസ്റ്റിക്കും ഗ്ലാസും മറ്റേ വെളിച്ചെണ്ണ എല്ലാം കൂടിയുള്ള. അതിന്റെ മുകളിൽ ഈ കോംപ്ലക്സിലല്ലല്ലോ, താങ്കളുടെ കട അടുത്താണോ? കെ വി കോംപ്ലക്സ് എന്നാ പറയാ. കെ വി കോംപ്ലക്സ് അങ്ങോട്ട് പടർന്നിട്ടില്ലല്ലോ അല്ലെ, താങ്കളുടെ കട ഇരിക്കുന്ന അവിടേക്ക്? കെ വി കോംപ്ലക്സ് മുഴുവൻ നേരെ കത്തിയ അടുത്ത ഭാഗത്ത് ബിൽഡിങ്ങിലേക്ക് ഇങ്ങനെ പടർന്ന് കളിക്കുന്നുണ്ട്. ഓക്കെ മനസ്സിലായി. അത് നിയന്ത്രണ വിധേയമാണെന്നാണ് ഉദ്യോഗസ്ഥരൊക്കെ പ്രതികരിച്ചിരുന്നത്. നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ അവിടെ സ്ഥലത്ത് നിന്ന് ബിജീഷ് മറ്റൊരാളോട് സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് ഒരു ഡസനോളം വരുന്ന വാഹനങ്ങളുണ്ട്. നിന്ന് കത്തുന്ന ഈ തീക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ നേരത്തെ ചെറിയൊരു ആശ്വാസം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ആശ്വാസം നിങ്ങളിത് നിങ്ങളുടെ കണ്ണുകളിൽ നമുക്ക് വിഷ്വല് നിങ്ങൾ നോക്ക്, ഇത് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ തീ എന്ന് പറയുന്നത് ഇനി ബസ് സ്റ്റാൻഡിലേക്ക് പടരും, ഇനിയും കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ. കൂടുതൽ സാധനങ്ങൾ എത്തുന്നു. എന്തായാലും ആദ്യം ഉണ്ടായിരുന്ന ഒരു ലാഗ്നെസിനെ കുറിച്ചാണ് പ്രവർത്തകർ അതുപോലെ തന്നെ നാട്ടുകാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തന്നെ ഇപ്പോൾ പുതിയൊരു എഞ്ചിൻ കൂടി എത്തിയിട്ടുണ്ട്. അതിൽ നിന്ന്, അതായത് കണ്ണൂർ മേഖലയിൽ നേരത്തെ ബ്ലോക്കിന്റെ കാര്യം പറഞ്ഞിരുന്നു. ആ ബ്ലോക്കിൽപ്പെട്ടിരിക്കുന്ന വാഹനങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുമെന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. ഏതായാലും നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ചെറിയ മാറ്റം വന്നിരിക്കുന്നു. ഈ പറഞ്ഞ 1, 3 ബിൽഡിങ്ങിൽ നിന്ന് കൂടുതൽ മേഖലയിലേക്ക് വ്യാപിക്കുന്നത് തടയാൻ സാധിച്ചിട്ടുണ്ട്. ഈ 2ാമത്തെ ബിൽഡിങ്ങിലാണ് ഇപ്പോൾ തീ കത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഭാഗത്തു കൂടി തീ അണക്കാനായാൽ തളിപ്പറമ്പിന് ഒരു ആശ്വാസമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും. ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥന്മാർ പലരും, പോലീസ് ഓഫീസർമാർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. പോലീസിന് അവിടെ കാര്യങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെയൊക്കെയാണ് എത്രത്തോളം പടർന്നിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. വിജീഷ, ഇതിനപ്പുറത്തേക്ക് ഇത് നിരവധി ആളുകളുടെ കടകൾ, അവർക്കുണ്ടായിരിക്കുന്ന നഷ്ടങ്ങൾ നമുക്കറിയാം. കോഴിക്കോട് തീപിടുത്തം ഉണ്ടായപ്പോൾ എത്ര ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടു, അവരുടെ ഉപജീവന മാർഗം തടസ്സപ്പെട്ടു എന്നൊക്കെയുള്ളത് കണ്ടതാണ്. ആ തരത്തിൽ നോക്കുമ്പോൾ പോലും ആളുകളെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ്. നിലവിൽ ഇപ്പോൾ ഗതാഗതം കൂടി തടസ്സപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണല്ലോ. കാരണം ബസ് സ്റ്റാൻഡാണ് തൊട്ടടുത്തുള്ളത്. എങ്ങനെയാണ് ഗതാഗതം ക്രമീകരിച്ചിരിക്കുന്നത്? നിലവിലിത് തളിപ്പറമ്പ് കണ്ണൂർ പയ്യന്നൂർ ദേശീയപാതയിലാണ് ഈ സംഭവം നടക്കുന്നത്. അതിനകത്ത് വാഹനങ്ങൾ വഴിതിരിച്ച് വിടാനുള്ള നടപടികൾ നേരത്തെ തന്നെ സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക. അതിനുള്ള മാർഗങ്ങൾ, വാഹനങ്ങൾ വഴിതിരിച്ച് വിടുന്നതിനുള്ള മാർഗങ്ങളുണ്ട്. അതായത് പഴയങ്ങാടി വഴി കടത്തിവിടാം. KSTP റോഡുണ്ട്. പയ്യന്നൂരിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ പഴയങ്ങാടി വഴി തിരിച്ചുവിട്ട് വളപട്ടണത്തേക്ക് എത്തിക്കാനുള്ള മാർഗങ്ങളുണ്ട്. ഒപ്പം തന്നെ ഈ തളിപ്പറമ്പിൽ നിന്ന് മലയോര മേഖല, ശ്രീകണ്ഠാപുരം, ആലക്കോട് മേഖലയിലേക്ക് പോകാനുള്ള വാഹനങ്ങളും കടത്തിവിടുന്നതിനുള്ള മാർഗങ്ങൾ ഇതിനകത്തുണ്ട്, തളിപ്പറമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ വാഹന ഗതാഗതത്തെ ബാധിക്കാത്ത രൂപത്തിലേക്ക് കാര്യങ്ങൾ വേണമെങ്കിൽ ഉദ്യോഗസ്ഥർ വിചാരിച്ചാൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളൊന്നും ഇതുവഴിയില്ല. നാട്ടുകാരും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങൾ, കാഴ്ചക്കായ ആൾക്കാരും നിറഞ്ഞു നിന്ന് റോഡ് ബ്ലോക്കാക്കിയിട്ടുള്ള സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ബാക്കിയുള്ളതൊക്കെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിലെ ഷീറ്റ് ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും തോന്നുന്നു. ആ ഫയർ എഞ്ചിൻ്റെ മുകളിലായിട്ട് 2ാമത്തെ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകൾ നിലയിൽ നിന്ന് തീ പുറത്തേക്ക് ആളിക്കത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ മേഖലയിലാണ് ഇപ്പോഴും തീ ഒരു തീരെ ശമിക്കാത്ത സാഹചര്യമുള്ളത്.